ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ NMS എക്സാം പഠിക്കണം അല്ലെ. അപ്പൊ NMS എക്സാം നമ്മളെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്ട് എന്താ പറയുക, മാത്സ്. സാറേ മാറ്റ് ഞങ്ങൾ ഓൾമോസ്റ്റ് സെറ്റാണ്, മാത്സ് ഒന്ന് ഞങ്ങൾ സെറ്റാക്കി എടുക്കോ എന്ന് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത്, മാറ്റിലെ കിടിലൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് സാറ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞവരുണ്ടാവും, കൂടിയവരുണ്ടാവും, ആരൊക്കെ തന്നെയായാലും അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ക്ലാസ്സുകൾ കാണുന്നത്. അപ്പൊ അവരോടൊക്കെ പറയാം, നമ്മുടെ ക്ലാസ് നമ്മുടെ ഇനി ഏതാനും 3 മാസമല്ല, വെറും 2 മാസം മാത്രമേ നമുക്ക് നമ്മുടെ 8ാം ക്ലാസ് ഉള്ളൂ. അപ്പൊ ഈ 8ാം ക്ലാസ്സിലേക്ക് ഇനി ആ പബ്ലിക് എക്സാം അടിപൊളിയായിട്ട് നമുക്ക് എഴുതണ്ടേ. പരീക്ഷണ സമയത്ത് വരുന്ന ലൈവുകൾ മാത്രം കണ്ടാൽ മതിയോടാ, പോരാ. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ സെക്ഷൻസ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ കംപ്ലീറ്റ് വീഡിയോസും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചെറിയൊരു ഓഫറിൽ വെറും 1232 എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ഓഫറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട്. വേഗം തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അതോ നിങ്ങൾ നിങ്ങളുടെ ഇതിലേക്ക് ചെയ്താൽ മതി. കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കൊല്ലം ഒരുപാട് കുട്ടികൾ 8ാം ക്ലാസ്സിലൊക്കെ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലം തോൽക്കാത്ത ഒരു കുട്ടി നിങ്ങളാവട്ടെ. അതായത് തോൽക്കരുത്, അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഓൺലൈൻ റിവിഷൻ ബാച്ച് ആണ് കേട്ടോ. ഈ കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ഓൺലൈൻ റിവിഷൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ലഭ്യമാവും കേട്ടോ. ഒരേ പൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഇനി കൂടുതൽ സമയം കളയണ്ട, ഒരു ചോദ്യം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ്, ശ്രദ്ധിച്ചു കേട്ടിരുന്നോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു സീരീസ് തന്നെ നമുക്ക് തുടങ്ങാം. അടിപൊളിയായിട്ട് ഈ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വന്ന കുട്ടികളൊക്കെ ഒന്നില്ല എന്ത് ചെയ്യുക, ഒന്ന് ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താഴെ കമന്റ് സെക്ഷനിൽ ഇടണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? റെഡി അല്ലേ? ചോദ്യം ഞാനൊന്ന് വായിച്ചു തരാം. ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? 15^3/2, 15^x/2 എങ്കിൽ 50^8 എങ്കിൽ എക്സിന്റെ വില എന്തെന്നാ ചോദിച്ചേ. എന്റെ പൊന്നു മക്കളെ, ഞാൻ അങ്ങോട്ട് പറയട്ടെ, 2 വഴി ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പണ്ട് നിങ്ങൾ പഠിച്ച ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാവേ. പണ്ട് 7ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചതാണ്. 3^10 × 3^20. നിങ്ങൾക്കറിയാം, സെയിം നമ്പർ ആണെങ്കിൽ ആ സെയിം നമ്പർ എഴുതുക. 7 10 20 ആ 2 നമ്പർ കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ 3^30 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ഐഡിയ, ഈ ഒരു ലോജിക്ക് ഇങ്ങ് മനസ്സിലാക്കുക. എന്താ ലോജിക്ക് മക്കളെ? സെയിം നമ്പർ വന്ന് നടുക്ക് ഇൻറ്റു വന്നാൽ ഈ മുകളിലത്തെ 2 നമ്പേഴ്സ് പ്ലസ് ചെയ്തിട്ടുള്ള നമ്പർ ആയിരിക്കും അപ്പുറത്ത് കിട്ടുന്നത്. അതായത് ഈ 10ഉം 20ഉം പ്ലസ് ചെയ്താലായിരിക്കും അപ്പുറത്ത് കിട്ടുക. കാര്യം ഇതും സെയിം നമ്പർ ആണ്. അപ്പൊ അവിടെ സെയിം വന്നാൽ അല്ലെ, സെയിം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ മുകളിലുള്ള 2 നമ്പേഴ്സ് കൂട്ടുക, അതായിരിക്കും അപ്പുറത്തുള്ള നമ്പർ. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം ഞാൻ അടുത്ത പേജിൽ എഴുതുന്നുണ്ട്. ഞാൻ ചോദ്യം തരാവേ. 15 എത്രയാടാ 3/2 ഇൻറ്റു നടുക്ക് ഇൻറ്റു തന്നെ വരും കേട്ടോ, x/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 എത്രടാ 8. ശരിക്കും ഇതെങ്ങനെ ചെയ്യാം? ആദ്യം ആ ബേസിൽ കിടക്കണ നമ്പേഴ്സ് ഒക്കെ സെയിം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യൂ അല്ലെ. ഇവിടെ 15 ആണ്, ഇവിടെ 15 ആണ്, ഇവിടെ 15 ആണ്. അവിടെ എല്ലാ 15 ആണെങ്കിൽ ഒരേ പൊളി മുകളിലുള്ള നമ്പർ അങ്ങോട്ട് കൂട്ടിയേക്കുക. 3/2 x/2 കൂട്ടുമ്പോ ഈ നമ്പർ ആയിരിക്കും. അപ്പൊ 3/2 പ്ലസ് x/2 = 8. ഇതൊന്ന് സോൾവ് ചെയ്താൽ എക്സിന്റെ വില കിട്ടും. എങ്ങനെ സോൾവ് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പൊ 2 തന്നെ എഴുതുന്നു. 3 + x അത് മുകളിൽ അതേപോലെ എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇതിന്ന് എക്സിന്റെ കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻസ് സമവാക്യങ്ങളുടെ ചാപ്റ്ററിൽ പഠിച്ചാലടാ. /2 ഇവിടുന്ന് പോയി ഇങ്ങോട്ട് പോയാൽ എന്താവും, ഇൻറ്റു 2 ആവും. അപ്പൊ എങ്ങനെ വരും? 3 + x = 8 × 2. അപ്പൊ 3 + x = നമ്മുടെ ഉത്തരം കിട്ടാണ് 16. ഈ 3നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും, +3 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മൈനസ് ആവും കേട്ടോ. പ്ലസ് അവിടേക്ക് പോകും. കാര്യം ഇവിടെ പ്ലസ് ചിഹ്നമുള്ള നമ്പർ, ഇവിടെ പ്ലസ് ചിഹ്നമുള്ള നമ്പർ ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ x = 16 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. അപ്പൊ എക്സിന്റെ വില ഏതാണ് ആൻസർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 4 ആണ്. ഇതാണ് ഒരു ഐഡിയ മക്കളെ. ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ പഠിച്ചു പോയി കഴിയുമ്പോൾ ഇത് കുറെ സമയം എടുക്കൂലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വൈസ് നോക്കാം. ഓപ്ഷൻ വൈസ്
കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് ഏത് നമ്പർ കൊടുത്താൽ അല്ലെങ്കിൽ ഈ രണ്ട് സാധനങ്ങൾ കൂട്ടിയാൽ എത്ര കിട്ടും? ഏത് ഈ 3/2ഉം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാവേ. ഈ 3/2ഉം ഈ x/2ഉം കൂടെ കൂട്ടിയാൽ 8 കിട്ടണം. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വൈസ് നോക്കാട്ടോ. ഇപ്പോൾ ആൻസർ ഇങ്ങനത്തെ 8 കിട്ടി, വേറെ വഴിയാണ്. ഇപ്പൊ 10 കൊടുത്തു നോക്ക്. ഇവിടെ 10 കൊടുക്ക്. 10 കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? 3 + 10 എന്ന് പറഞ്ഞാൽ 13 താഴത്ത് /2 ആണ്. 13/2 പറഞ്ഞാൽ 8 അല്ലല്ലോ, 8 അല്ല. അപ്പൊ അത് പറ്റത്തില്ല. ഇനിയിപ്പോ 11 കൊടുക്കുന്നെങ്കിലോ? അപ്പൊ എങ്ങനെ വരിക? 11 കൊടുക്കുന്നെങ്കിലോ 3ഉം 11ഉം കൂടെ കൂട്ടിയ 14. 14ന്റെ താഴത്ത് /2 ആണ്. 14/2 എന്ന് പറഞ്ഞാൽ 7 അല്ലേ? പക്ഷെ ഇവിടെ 8 അല്ലേ വരുന്നത്. അതുകൊണ്ട് അതുമല്ല. അടുത്ത ഓപ്ഷൻ ഏതാ? അങ്ങനെ ഓപ്ഷൻ വൈസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ 12 കൊടുത്ത് നോക്കുക. അവിടെ 12. 3ഉം 12ഉം കൂടെ കൂട്ടിയാൽ 15 താഴത്ത് /2 = 8 അല്ല വരിക. കാര്യം എന്താ? 7.5 എങ്ങനെ വരിക? അപ്പൊ ഈ 8 കിട്ടണം. ലാസ്റ്റത്തത് 13. നമുക്ക് ഉത്തരം കിട്ടിയത് 13 ആയിരുന്നു അല്ലേ? 13 ഇട്ട് നോക്കുക ശരിയാണോ എന്ന് അല്ലേ? 13 ഇടത്ത് നോക്ക് കുഞ്ഞോളെ. ഇവിടെ 13 ഇടുമ്പോൾ 3ഉം 13ഉം കൂടെ കൂട്ടിയാൽ 16 താഴത്ത് /2 16/2 പറഞ്ഞാൽ 8 അല്ലേ? അതന്നെ ഇവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചില കുട്ടിക്ക് സംശയം ഉണ്ടാവും, സാറേ ഈ സെയിം നമ്പർ വന്ന് നടുക്ക് ഇൻഡ് വന്നാലല്ലേ ഈ പരിപാടി നടക്കൂ? കാര്യം ഇതിന് ഏത് ചോദ്യം ചോദിക്കണമെങ്കിലും അതിന്റെ റൂൾ ഉള്ളിൽ ഉണ്ടാവണം കേട്ടോ. അപ്പൊ ആ ഒരു റൂൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ സെറ്റാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഒരേപൊളിയായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, മക്കളെ ഈ ചോദ്യവും പല വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്തു വെച്ചോ. ഈ ടൈപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പഠിച്ചു വെച്ചോ. ശ്രദ്ധിക്കുക. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടുന്ന ശിഷ്ടം 6 കിട്ടി. അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടും? നമ്പർ ഡിവൈഡ് ബൈ 10 gives 6 as the remainder. Then what would be the remainder of the same number is divided by 5? സംഭവം എന്താ അറിയോ? ഏതോ ഒരു സംഖ്യ അതിന് 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 6 കിട്ടി എന്നല്ലേ പറഞ്ഞത്? അവിടെ നിങ്ങൾ മനസ്സിലായിക്കോ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ശിഷ്ടമാണ് 6. 10 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ റിമൈൻഡർ ആണ് 6 എങ്കിൽ ഇതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് 10ഉം ആ 6ഉം കൂടെ കൂട്ടുക. കാര്യം ഡിവൈഡ് ചെയ്യേണ്ട നമ്പറും ആ കിട്ടുന്ന റിമൈൻഡറും കൂടെ കൂട്ടുക. ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ കിട്ടുന്ന നമ്പർ കൂടെ കൂട്ടി എത്രയാ? 16. ആ 16 ആയിരിക്കും സംഖ്യ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സംഖ്യ 16 ആണെങ്കിൽ മക്കളെ പഠിച്ചു വെച്ചോ. സംഖ്യ 16 ആയ നമ്പർ ആണെങ്കിൽ ആ 16 ആണ് സംഖ്യ. പക്ഷെ ഈ സംഖ്യനെ എന്തുകൊണ്ട് ഹരിക്കണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സംഖ്യ എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണോ? 16 5 3 5 15 റിമൈൻഡർ ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ആൻസർ C 1. കിട്ടില്ലല്ലടാ. അപ്പൊ ആ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സംഭവം എന്താ? ഐഡിയ മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ഏത് നമ്പറാണോ ഹരിക്കേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്, അതും റിമൈൻഡറും കൂടെ കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും. ആ സംഖ്യ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ തന്നെ പറയുന്നുണ്ട് സംഖ്യനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന്. അപ്പൊ സംഖ്യനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 3 കിട്ടും. പക്ഷേ ഇവിടെ ശിഷ്ടമാണ് ചോദിച്ചത്. അപ്പൊ ആൻസർ ഈസ് 1 ആണ്. ഒരേ പൊളി സെറ്റ് എന്ന് പറഞ്ഞ കമന്റ് ചെയ്തേക്ക് താഴെ കമന്റ് സെക്ഷനിൽ. സാർ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാത്തിരിക്കുകയാണ്. അടിപൊളിയായിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സാറിന്റെ കയ്യിലുണ്ട്. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ ഒരു സീരീസ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേഗം വന്ന കുട്ടികൾ അങ്ങനത്തെ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് അടിക്കാത്ത കുട്ടികൾ പെട്ടെന്ന് ലൈക്ക് അടിച്ച് സാറിന്റെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് കൂടെ താഴെ കമന്റ് സെക്ഷനിൽ ഇടുക. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടും, ഒരേപൊളിയായിട്ട് കിട്ടും. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. അടിപൊളിയായിട്ട് നമുക്ക് പബ്ലിക് എക്സാമും ഇതേപോലെ സെറ്റപ്പ് ആക്കി എടുക്കണം. നമ്മുടെ ബാച്ച് ഇപ്പം എന്താണ് NMMSന്റെ ബാച്ച് ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോയാൽ നിങ്ങൾക്ക് സൈലം ലേണിംഗ്സ് എന്ന് പറഞ്ഞ ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ NMMS ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ബാച്ചുകൾക്കാണ് ഈ ഒരു ചെറിയൊരു എമൗണ്ട് 1232 എന്ന് പറയുന്ന എമൗണ്ട്. ഇത്രയും സെക്ഷൻസ് നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഒരേ പൊളി മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. ബൈ.